Spotlight. ഈ ആൾക്കാരെ സഹായിക്കാനും ചാരിറ്റിയോടൊക്കെ താല്പര്യമുള്ള ഏതോ ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ ശ്രമിച്ചു എന്നോ ഓഗസ്റ്റിൽ എന്തോ കല്യാണം കഴിക്കാൻ പോകും അങ്ങനെ ആരൊക്കെ ഇത് വീണ്ടും ശത്രുക്കൾ പറയുന്നത് എനിക്കറിയില്ല. ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ ഒരു ചെവി കൂടി കേൾക്കും പറഞ്ഞ ചെവി കൂടി വിടും. ഇടയ്ക്ക് കൂടി വായുള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചോദിക്കും. അപ്പം പറയൂ സുഹൃത്തെ, ആ കൊച്ചിന്റെ പേര് എന്താണ്? എലിസബത്ത് അല്ലേ? അതെ അതെ, എലി. തുറന്ന് പറയും സുഹൃത്തെ, നിങ്ങളുടെ മനസ്സ് തുറക്കാനുള്ള സമയമാണത്. എലി എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചായിരുന്നു, 2 വർഷം ജൂനിയർ. അപ്പൊ അവള് കോളേജിൽ വന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അത്യാവശ്യം വിവരമുള്ള ആ കൂടെ ഒരു മണ്ടത്തര ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. അത് ഇപ്പൊ വലിയ മണ്ടത്തരാവാൻ പോവാണ് ഓഗസ്റ്റില് കല്യാണമായിട്ട്. അതിന് ഈ പറയുന്ന ഭയങ്കര നെറ്റ്വർക്കിംഗ് ഒരു സാധനം ഉണ്ടല്ലോ കോളേജ്, എനിക്ക് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്നറിയില്ല, പ്രണയം വന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നിതയം എന്നൊക്കെ ഉള്ള സീനായിരുന്നു. അവസാനം ഞാൻ വല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങി. NSSൽ ഭയങ്കര ആക്റ്റീവ് ആവുന്നു. 1 ഡേ പ്രോഗ്രാമിന് പോകുന്നു. അവിടെ ചെന്ന് ഭയങ്കരമായിട്ടുള്ള കുട്ടികളെ കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. സോഷ്യലി കമ്മിറ്റഡ് യങ് മാൻ. അപ്പൊ ഇവള് കുഴപ്പമില്ല, പയ്യൻ കൊള്ളാം, നല്ല പയ്യൻ, അച്ഛനൊരു അച്ഛനാണ്, അതും പള്ളിയിൽ അച്ഛനാണ്. എന്താ അവര് കണ്ണിൽ വിടരുന്ന ഒരു തേജസ്. അതെ അതെ. ഇപ്പോഴും അവൾ NGOയിൽ വർക്ക് ചെയ്യുന്നത്. ബിടെക് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ രാജിവെച്ചിട്ട് സോഷ്യൽ സർവീസ് ആണ്. ഈ പാവപ്പെട്ട സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചെന്നൈയിൽ. അപ്പൊ ആ ആള് നമ്മളോടൊന്ന് യെസ് പറയാൻ കുറെ സമയം എടുത്തു. അത് ഭയങ്കര ഏൺ ചെയ്ത് നേടിയ ഒരു യെസ് ആയിരുന്നു അത്. താങ്കളുടെ മനസ്സിൽ ഇങ്ങനത്തെ വല്ല നന്മ അല്ലെന്ന് വെറുതെ ആ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചേർന്ന് കെട്ടിക്കൊണ്ട് വരുന്ന സമയത്തായിരിക്കും ഞാൻ അങ്ങനത്തെ ആളല്ല. ഇപ്പൊ അവർക്ക് എന്നെ അറിയാം. ഇപ്പൊ 7 വർഷമായല്ലോ. ഉള്ളില് നന്മ ഉണ്ടോടെ? ഞാൻ പോയാലും അവള് പോവില്ല. വീട്ടിലൊക്കെ അവതരിപ്പിച്ചപ്പോ സ്മൂത്തായിരുന്നു. എന്റെ വീട്ടിൽ പണ്ടേ അറിയായിരുന്നു. അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അവള് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടൊക്കെയാണ്. ഒരു പ്രസന്റേഷൻ വരെ ഉണ്ടാക്കി. പവർ പോയിന്റ്, എന്റെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോ, അച്ഛൻ ഇതൊക്കെയാണ്, അമ്മ ഇതൊക്കെയാണ്, ഇതാണ് എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് പ്രസന്റ് സ്ലൈഡ് ഷോ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ് അവള് വീട്ടിൽ അച്ഛന്റെ അടുത്ത് കൊണ്ട് വെക്കുന്നത്. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മാർത്തോമയും ജാക്കോബൈറ്റും ആണെന്നുള്ളൂ. പിന്നെ ദൂരം കോട്ടയവും വയനാടും, ഈ 2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ വയനാട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറയാറുണ്ട് അവളുടെ അമ്മ, വയനാട് വരെ വരണം കല്യാണത്തിന്. വയനാട് എന്ന് പറഞ്ഞ് വീട്ടുകാരാണെങ്കിലും കല്യാണത്തിന് എൻഗേജ്മെന്റിന് വയനാട് കോട്ടയം വരെ പോണല്ലോ എന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിക്കാൻ എന്തൊക്കെ പാടാണെങ്കിൽ എന്താ, ലവ് സ്റ്റോറി സക്സസ്ഫുൾ ലവ് സ്റ്റോറി അല്ലേ? Spotlight.